ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. ബ്രോക്കലി കട്ട്ലേറ്റ്. ഞാൻ ഈയിടെയായിട്ട് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടൊരു വീഡിയോ കണ്ടതാണ്. ബ്രോക്കലി കട്ട്ലേറ്റ് എനിക്ക് അത് കണ്ടിട്ട് ഇഷ്ടം തോന്നി, അങ്ങനെ റെഡിയാക്കി കഴിച്ചപ്പോൾ അതിനേക്കാളും ഇഷ്ടപ്പെട്ട്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇനി വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തത്. 4 വലിയ സൈസിൽ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇത് നടുവിലൂടെയൊക്കെ ഇങ്ങനെ ഒരു കട്ട് ഇട്ട് കൊടുക്കുക, 4 പാർട്ടാക്കിയിട്ട്. ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഇങ്ങനെ കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ ഉപ്പും പിടിക്കും, പിന്നെ വേഗം വെന്തിട്ടും കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ളത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മുങ്ങിക്കെടുക്കാൻ ആവശ്യമുള്ളത്ര വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയണ്ടാവേ, പിന്നെ അറിയാത്ത കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാവുമല്ലോ. കട്ട്ലേറ്റിൻ്റെ കംപ്ലീറ്റ് ആ ഒരു പ്രൊസീജിയർ കണ്ടാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് കൂടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഫ്ലെയിമിനനുസരിച്ചിട്ടും കുക്കറിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ട് വേവിൻ്റെ ഇതിന് വ്യത്യാസം വരും. എന്നിട്ട് ഇതാ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ബ്രോക്കലി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ 2-3 ദിവസമായി വാങ്ങി വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡൊക്കെ ചെറുങ്ങനെ മാറി വരുന്നുണ്ട്. അന്നേരം തന്നെ വിചാരിച്ച് വേഗം അങ്ങനെ കട്ട്ലേറ്റ് റെഡിയാക്കുക എന്നുള്ളത്. എന്നിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ ആ ഒരു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അതിങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റാം. നമ്മളെ ഇതുണ്ടല്ലോ കോളിഫ്ലവർ, അത് നമ്മൾ കട്ടാക്കില്ലേ, അതിലും മാതിരി ചെറിയൊരു സ്റ്റെമ്മോട് കൂടിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റേ. ഈ ബ്രോക്കലി ഉണ്ടല്ലോ നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ല പൊടിയായിട്ട് അങ്ങനെ കട്ടാക്കണ്ട, കുറച്ച് വലിയ സൈസിൽ തന്നെ ഇതൊന്ന് കട്ടാക്കി എടുക്കാം കേട്ടോ. ഇത് വെന്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കും. അതുകൊണ്ട് തീരെ പൊടിയാക്കാണ്ട് ഒരു ഈ വലുപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒരു ചൂടുവെള്ളത്തിലെല്ലാം ഇട്ടിട്ട് അങ്ങനെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ ചെറിയ പുഴുക്കളെല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കഴുകിയിട്ട് വരാം. ആ സമയത്ത് തന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മതിയേ. അങ്ങനെ ഉപ്പിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം കഴുകിയ നമ്മൾ ബ്രോക്കലി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ബ്രോക്കലിയും കൂടി ഇട്ടിട്ട് ഒരു പകുതിയോളം വേവില്ലേ അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. ബാക്കിയുള്ളത് നമ്മൾ മസാല ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് വെന്ത് വരും. ഇപ്പം തന്നെ നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ വേവിച്ച് കഴിഞ്ഞാലേ നല്ലോണം അങ്ങനെ ഉടഞ്ഞു പോകും, തീരെ അങ്ങനെ കാണാനേ ഉണ്ടാവില്ല, അങ്ങനെ ഉടഞ്ഞു പോയിട്ട്. അപ്പോൾ ഒരു പകുതിയോളം ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ വേവിച്ച ബ്രോക്കലിൻ്റെ ആ വെള്ളമൊക്കെ ഞാൻ ഇങ്ങനെ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പോലെ ചെറുതാക്കിയിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി കംപ്ലീറ്റ് ഇങ്ങനെ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇനി ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. വേഗമാവും കേട്ടോ. ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ബ്രോക്കലി ചെയ്യുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് അങ്ങനെ ഉരുളക്കിഴങ്ങും അങ്ങനെ റെഡിയാവും, വേഗമാവും. എന്നിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കേ. ഇനി മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിലെല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയത്തുണ്ടല്ലോ 4 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതാക്കിയിട്ട് അങ്ങനെ അരിഞ്ഞാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം അങ്ങനെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഉള്ളിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ കട്ട്ലേറ്റിനെല്ലാം റെഡി ആക്കുമ്പോൾ അങ്ങനെ കൂടുതൽ അങ്ങനെ വെന്തൊടിയൊന്നും വേണ്ട. ഉള്ളി ഒരു കടിക്കാൻ കിട്ടുന്ന ഒരു ടൈപ്പിൽ അങ്ങനെ ആ ഉള്ളിൻ്റെ ഒരു കളറെല്ലാം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതാ ഞാൻ ഈ 1/4 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 1/4 ടീസ്പൂൺ തന്നെ ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂണോളം പച്ചമുളക് അങ്ങനെ പേസ്റ്റാക്കിയതാണ് കേട്ടോ. പച്ചമുളക് അരിഞ്ഞിടുന്നതിനേക്കാളും കട്ട്ലേറ്റിലെല്ലാം നല്ലത് ഇങ്ങനെ പേസ്റ്റാക്കിയിട്ടില്ലാന്ന്.
പിന്നെ കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര പച്ചമുളക് ചേർത്തത്. നല്ല എരിവുള്ളതാണ്. ഇത്ര എരിവ് വേണ്ടെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ. കുട്ടികൾക്കൊന്നും അത്ര എരിവൊന്നും അങ്ങനെ കഴിക്കാനാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതാ ഉപ്പെല്ലാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച ബ്രോക്കലി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രോക്കലി അത്രയല്ലേ കുക്കായിട്ടുള്ളൂ, ഒരു പകുതിയോളമല്ലേ നമ്മളങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് നേരം ഇതിൻ്റെ അകത്ത് നിന്ന് അങ്ങനെ കുക്കായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ബ്രോക്കലിയെല്ലാം നല്ലോണം ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര വേണ്ടെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ. ഇത് നല്ല സ്പൈസിയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളത്. പിന്നെ കുറച്ച് ഗരം മസാലയാണ്, 1/4 ടീസ്പൂണോളം ഗരം മസാലയും പിന്നെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ മിസ്സായിപ്പോയതാണ്. ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, ക്യുമിൻ പൗഡർ, അത് നല്ലൊരു ഫ്ലേവറാണ്. നമ്മളിങ്ങനെ വെജിറ്റബിൾ കട്ട്ലേറ്റ്സിനെല്ലാം ക്യുമിൻ പൗഡർ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഇത് സ്കിപ്പാക്കരുത്. എന്നിട്ട് നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങും ബ്രോക്കലിയും ഉള്ളിയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലോണം അങ്ങനെ വഴറ്റിയെടുക്കണേ കുറച്ച് നേരം. എന്നിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ആ ഒരു എല്ലാ ഫ്ലേവറും കൂടെ ഒന്ന് ആ ഉരുളക്കിഴങ്ങിനെല്ലാം ഒന്ന് പിടിക്കുന്നത് വരെ കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. എന്നിട്ട് ഈ സമയത്തുണ്ടല്ലോ ഞാൻ കുറച്ച് കറിവേപ്പിലും മല്ലിയിലും കട്ട് ചെയ്തെടുത്താണ് നന്നായിട്ട്, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് നേരത്തെ പോലെ തന്നെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മസാലയെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതാ ഉരുളക്കിഴങ്ങിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം കട്ട്ലറ്റ് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഇത് എങ്ങനെയാണോ ഷേപ്പിൽ വേണ്ടത്, റൗണ്ടിലോ ഓവൽ ഷേപ്പിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പാക്കി എടുക്കാം. പക്ഷേ അത് അത്ര നേരിതാക്കിയിട്ട് എടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് തടിയോട് കൂടെ നമ്മൾ കട്ട്ലറ്റ് ഷേപ്പാക്കി എടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മളിപ്പോൾ കട്ട്ലറ്റ് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് കൈക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ വേഗം കയ്യിലിങ്ങനെ ഒട്ടി നിൽക്കും കേട്ടോ. ഷേപ്പാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. മോൾഡിലുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ കൈക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തു കേട്ടോ. ഞാനിത് കംപ്ലീറ്റ് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്, ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. നമുക്ക് എത്രയാണ് നമ്മൾ പൊരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് കണക്കായ മുട്ട ഒഴിക്കാം. ഞാനിതിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതാ ക്രം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ച നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഫസ്റ്റിൽ മൈദയിൽ അങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. കട്ട്ലറ്റ് ഇങ്ങനെ മൈദയിൽ അങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. കുറേ നേരം ക്രിസ്പിനെസ് പോവുകയൊന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മൈദയിൽ എല്ലാ കട്ട്ലറ്റും ഇങ്ങനെയാണ് റെഡിയാക്കൽ. ഞാൻ ലാസ്റ്റ് ഒരു മഷ്റൂം കട്ട്ലറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു കട്ട്ലറ്റാണ് കേട്ടോ. അതെല്ലാം പോലെ തന്നെ എനിക്ക് ഈ ഒരു കട്ട്ലറ്റും അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് നിങ്ങളായിട്ട് ഇങ്ങനെ ഷെയർ ആക്കുന്നത് കേട്ടോ. ഇനി ഈ മൈദയിൽ നന്നായിട്ട് അങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കണേ. എന്നിട്ടുമാണ് നമ്മളങ്ങനെ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ നല്ലോണം ബ്രെഡ് ക്രംസിൽ അങ്ങനെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ഇങ്ങനെ കോട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ കോട്ടാക്കി എടുക്കണേ. എന്ന് കഴിഞ്ഞാൽ അത് കുറേ നേരം ഇങ്ങനെ ക്രിസ്പിനെസ് നിൽക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇങ്ങനെ തണുത്ത് പോയി കഴിഞ്ഞാലൊന്നും അതിൻ്റെ ക്രിസ്പിനെസ് പോവില്ല. ഇനി ഇതാ കംപ്ലീറ്റ് ഞാനിങ്ങനെ ചെയ്തെടുക്കട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സിൽ ഒന്നാണത് കട്ട്ലേറ്റ്. അതുകൊണ്ട് കട്ട്ലേറ്റിന് തന്നെ കുറേ വെറൈറ്റീസ് ഞാൻ അങ്ങനെ പരീക്ഷിക്കലുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് മഷ്റൂം കട്ട്ലേറ്റും ബ്രോക്കലി കട്ട്ലേറ്റും. ഇത് രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതെന്തായാലും ഇഷ്ടപ്പെടുമെന്നുള്ളത്. പിന്നെ മഷ്റൂം കട്ട്ലേറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് കാണണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം കൂടി പറയണം.
ഇനി ഇതാ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം കട്ട്ലേറ്റ്. ഇതിങ്ങനെ കുറേ നേരം ഇട്ട് ഇളക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കരുത്. ഒരു ഭാഗം കുക്കായി വരുന്ന സമയം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡൊന്ന് ബ്രൗൺ കളർ ആവുമല്ലോ, ആ സമയത്ത് അങ്ങനെ കോരി മാറ്റാം കേട്ടോ. ഇത് കട്ട്ലേറ്റ് ഇതെല്ലാം പോലെ ഒരു ഷെയ്ഡ് ആവില്ലേ, ഗോൾഡൻ ഷെയ്ഡ്, അന്നേരം കോരി മാറ്റേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കംപ്ലീറ്റ് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ആണ് കേട്ടോ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രോക്കലിയൊക്കെ അവൈലബിൾ ആകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇൻഷാ അല്ലാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ് ഇതും. പിന്നെ നമ്മൾ മഷ്റൂം കട്ട്ലേറ്റിൽ ഓരോരോ വെറൈറ്റീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ അങ്ങനൊരു സീരീസായിട്ട് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അല്ലാ വിദ്യാക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു കട്ട്ലേറ്റ് ഉണ്ടല്ലോ, മാഷാ അല്ലാ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.